പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ, കെ.സി. വേണുഗോപാലിനെതിരെ, വി.ഡി. സതീശനെതിരെ, അടൂർ പ്രകാശിനെതിരെ, സോണിയാഗാന്ധിക്കെതിരെ വരെ കള്ളക്കഥകൾ മെനയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആരാണ്? രാഹുൽ മാങ്കൂട്ടം. കോൺഗ്രസുകാർ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം ഹാഷ്മിയുമായി ആ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, എന്നെ പുറത്താക്കി ശരി തന്നെ, പക്ഷെ എന്നിലെ കോൺഗ്രസിനെ പുറത്താക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും കോൺഗ്രസുകാരനാണ്, ഞാൻ ഇപ്പോഴും 916 പരിശുദ്ധിയുള്ള കോൺഗ്രസുകാരനാണ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കേട്ടോ. പിണറായി വിജയന്റെ ആ വിഷപ്പത്തിക്ക് രാഹുൽ മാങ്കൂട്ടം ആഞ്ഞടിക്കുകയാണ്. പിണറായി വിജയ കളിക്കണ്ട കേട്ടോ, കളിക്കണ്ട. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കും, പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇവിടെയുണ്ട്. നീ എപ്പോഴൊക്കെ വിഷച്ചീറ്റുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടമുണ്ട്. എടോ പിണറായി വിജയ എന്ന് പണ്ട് രാഹുൽ മാങ്കൂട്ടം വിളിച്ചു. പിണറായി വിജയനെയും അന്തംഗമ്മികളെയും ഞെട്ടിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടം കൈവിരൽ ചൂണ്ടിക്കൊണ്ട് എടോ പിണറായി വിജയ. വി.ഡി. സതീശന് പോലും അങ്ങനെ വിളിക്കാനുള്ള നട്ടലുണ്ടായിരുന്നില്ല. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വിളിച്ചത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരനെ ഇല്ലാത്ത കേസുകൾ അല്ലെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല രാഹുൽ ബലാത്സംഗം ചെയ്തു എന്ന്. രാഹുൽ ബലാത്സംഗം ചെയ്തിട്ടില്ല. എല്ലാം കള്ളപ്പരാതികൾ. ഇപ്പോൾ പരാതിക്കാരികളൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എല്ലാവരും ആകെ നാണം കെട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ 1ാം പരാതിക്കാരി, 2ാം പരാതിക്കാരി, 3ാം പരാതിക്കാരി എല്ലാ പരാതികളും കെട്ടിച്ചമച്ചതാണ്. എല്ലാ ടീമിനും ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞാൽ റിനിയാൻ ജോർജ് മുതൽ ഇങ്ങോട്ടേക്ക് ഹണി ഭാസ്കർ മുതൽ, അത് കഴിഞ്ഞിട്ട് ആരൊക്കെ ഷഹനാസ് മുതൽ ഇങ്ങോട്ടേക്ക് വീണ്ടും എടുത്താൽ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക, എല്ലാവരും അവർ കെട്ടിപ്പൊക്കിയ എല്ലാ നുണക്കോട്ടകളും പൊളിഞ്ഞടുങ്ങി. ഏറ്റവും അവസാനം ഇതാ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, വിവാഹിതയായ സ്ത്രീകൾ വിവാഹ വാഗ്ദാനം നൽകി തങ്ങളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി ഒരു കോടതിയും എടുക്കണ്ട, വലിച്ചെറിയണം എന്ന് സുപ്രീം കോടതി പറയുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇതാ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ പിന്തുണയും നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് കേട്ടോ, സുപ്രീം കോടതി. ആ വാർത്ത വളരെ വിശദമായി ഇന്നത്തെ കേരള കൗമുദിയിലുണ്ട്. കേരള കൗമുദി മാത്രമല്ല, എല്ലാ പത്രങ്ങളിലുമുണ്ട്. പക്ഷേ ഏറ്റവും വിശദമായി ആ വാർത്ത കൊടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയുടെ 7ാം പേജിൽ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൊടുക്കുന്ന 7ാം പേജിൽ മെയിൻ സ്റ്റോറിയാണ്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് ബലാത്സംഗമല്ല. കേൾക്കണം, പിണറായി വിജയൻ കേൾക്കണം, അപ്പം ഗോവിന്ദൻ കേൾക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ 1ാം പരാതിക്കാരി, 2ാം പരാതിക്കാരി, 3ാം പരാതിക്കാരി അവർ കേൾക്കണം. റിനിയാൻ ജോർജ് കേൾക്കണം, ഹണി ഭാസ്കർ കേൾക്കണം, എം.എ. ഷഹനാസ് കേൾക്കണം, ലക്ഷ്മി പത്മ കേൾക്കണം. സുപ്രീം കോടതിയുടെ വാക്കുകൾ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത് ബലാത്സംഗമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ നിരത്തിയ എല്ലാ കള്ളപ്രചരണങ്ങളും അതേപോലുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവിടെ ഇതാ ഒരു അഭിഭാഷക ചുമത്തിയത്. അതായത് ഗർഭചിത്രത്തിന് വരെ രാഹുൽ മാങ്കൂട്ടത്തെ ഏത് വിധമൊക്കെയാണോ കള്ളക്കഥകൾ, രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം നടത്തി. ആര് പറഞ്ഞു ഗർഭത്തിന് വല്ല തെളിവുമുണ്ടോ? ഗർഭചിത്രം നടത്തിയതിന് വല്ല തെളിവുമുണ്ടോ? ഏതോ പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ഇവിടുത്തെ സകലമാന മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തെ ലൈംഗിക വൈകൃതക്കാരൻ, ഏറ്റവും വലിയ ലൈംഗിക പീഡകൻ, എന്ത് തെളിവ്? ഇപ്പോഴേതാ രണ്ടാം പരാതിക്കാരി ഏതൊരു ഹോട്ടലല്ല ഒരു ഹോം സ്റ്റേയിലേക്ക് ഫെനീനൈനാനും ഈ രാഹുൽ മാങ്കൂട്ടവും തന്നെ കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിലേക്ക് എന്നൊക്കെ പറഞ്ഞ 2ാം പരാതിക്കാരി എവിടെ? 2ാം പരാതിക്കാരിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ 2ാം പരാതിക്കാരി ഇല്ലാന്നേ. 3ാം പരാതിക്കാരി എവിടെ? 3ാം പരാതിക്കാരി വന്നിട്ടില്ല. 1ാം പരാതിക്കാരിയാണ് ഇപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലവിളിയും ആരും ശ്രദ്ധിക്കുന്നില്ല. കേട്ടപ്പോൾ 1ാം പരാതിക്കാരി ഭർത്താവിനെ ഇറക്കിയിരിക്കുകയാണ്. 1ാം പരാതിക്കാരിയുടെ ഭർത്താവ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിക്കൊല്ലണമെന്ന്. തന്റെ ഭാര്യയെ പിഴപ്പിച്ചു, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്ന 1ാം പരാതിക്കാരിയുടെ ഭർത്താവ്. എന്തൊക്കെ കള്ളക്കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത്, ഇമാതിരി തോന്നിയാസം ഇനി നടക്കില്ല. വിവാഹിതകളായ സ്ത്രീകൾ അവര് പരസ്പര സമ്മതത്തോടെ മറ്റൊരു യുവാവുമായി വേഴ്ച നടത്തി കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലൊട്ടിലൊടുക്ക് പരിപാടികളുമായി വരരുത് എന്ന് സുപ്രീം കോടതിയാണ് പറയുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്, വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരാൾ പീഡിപ്പിച്ചു എന്ന കേസ് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി. പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ശേഷം
ബന്ധം വഷളാകുമ്പോൾ ബലാത്സംഗ കേസ് നൽകുന്ന പ്രവണതയെ വിമർശിച്ചുകൊണ്ട് ഇത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഇത്തരം കള്ള പരാതിക്കാരെ വെറുതെ വിടരുത് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നിയമത്തിനൊക്കെ പറയുന്നു രാഹുൽ മാങ്കൂട്ടം ഒന്നും പേടിക്കണ്ട, രാഹുൽ മാങ്കൂട്ടം ഉടനെ ഹൈക്കോടതിയെ സമീപിക്കണം. തനിക്കെതിരെ വന്ന വ്യാജ പരാതികൾ ഈ പുതിയ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടണം. തനിക്കെതിരെ വന്ന ഈ കള്ള പരാതികൾ അത് സംബന്ധിച്ച കേസ് ക്വാഷ് ചെയ്യണം, ആ കേസ് ഇല്ലായ്മ ചെയ്യണം, റദ്ദാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയിൽ പോകാം. ഹൈക്കോടതി ഇത് അഥവാ അംഗീകരിച്ചില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടം സുപ്രീം കോടതിയിൽ പോകട്ടെ. സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞതിൽ നിന്ന് സുപ്രീം കോടതി മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്തുമോ ഇല്ല, ശിക്ഷിക്കുമോ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തെ സുപ്രീം കോടതി വെറുതെ വിടും. കാരണം ഈ അഭിഭാഷകയോട് ചെയ്തു എന്ന് പറയുന്ന കള്ളക്കഥകൾ മുഴുവൻ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് പരാതിക്കാർ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഗർഭം, കള്ളഗർഭങ്ങൾ, കള്ളഗർഭഛിദ്രങ്ങൾ, കള്ളഗർഭഛിദ്ര എന്താ പറയാ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ല. കാരണം കള്ളക്കഥകൾ പറഞ്ഞ എത്രയൊക്കെ പേർ ബലാത്സംഗം ചെയ്തതിന്റെ 8ാം ദിവസം 6ാം ദിവസം തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, മുഖത്തടിച്ചു, മുഖത്ത് തുപ്പി, 3 മണിക്കൂർ നിർത്താതെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആ പരാതിക്കാരി 6ാം ദിവസം വിഷുനാളിൽ വിഷുക്കൈ നടം കൊടുക്കുകയാണ് കേട്ടോ. വിഷുക്കൈ നടം 10,000 രൂപ കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. എന്തിന്? തന്നെ ബലാത്സംഗം ചെയ്തതിനോ? ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടോ? തന്നെ ബലാത്സംഗം ചെയ്തതിന് 10,000 രൂപ പാരിതോഷികം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബലാത്സംഗവുമില്ല. ഈ പറയുന്ന സ്ത്രീകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തെ പ്രണയിച്ചിരുന്നവരാണ്, രാഹുൽ മാങ്കൂട്ടത്തെ ആരാധിച്ചിരുന്നവരാണ്, രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. ഇവർ പരസ്പരം അത്രയേറെ ഇഷ്ടത്തിലായിരുന്നു. അപ്പോഴാണ് മറ്റൊരു സ്ത്രീ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം തങ്ങളുടേത് മാത്രമായിരിക്കണം എന്ന് പറയുന്ന അവരുടെ അവരുടെ ആ പ്രതിഷേധത്തിൽ നിന്ന്, അവരുടെ ആ വിരോധത്തിൽ നിന്ന്, അവരുടെ ശത്രുതയിൽ നിന്ന് അവർ വ്യാജ പീഡന പരാതികൾ നൽകുകയാണ് കേട്ടോ. റിനിയാൻ ജോർജിനെ കാണാനില്ല. റിനിയാൻ ജോർജ് എന്താ പറഞ്ഞത്? എന്നെ പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം മോശം സന്ദേശം അയച്ചു എന്നല്ലേ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. മോശം സന്ദേശം അയച്ചെങ്കിൽ ആ സന്ദേശം കാണിക്കട്ടെ, ആ സന്ദേശത്തിനുള്ള അവരുടെ മറുപടി കാണിക്കട്ടെ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. പിന്നെ റിനിയാൻ ജോർജ് രംഗത്ത് വന്നിട്ടില്ല. റിനിയാൻ ജോർജ് മുങ്ങി. മാത്രമല്ല ഈ റിനിയാൻ ജോർജ് ഇതൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം തന്നോട് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ റിനിയാൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കുകയാണ്. തന്റെ അമ്മയുടെ ജന്മദിനമാണ്, തന്നെ അമ്മക്ക് ജന്മദിനാശംസകൾ നേരണം. രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്, സെൽഫി എടുക്കുകയാണ്. രാത്രി 12:30 മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് വീഡിയോ കോളിൽ രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കുകയാണ്, രഹസ്യ ചാറ്റിന് ക്ഷണിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് റിനിയാൻ ജോർജ് ആണ്. സീനാദേവി കുഞ്ഞമ്മയാണ് പറഞ്ഞത് എല്ലാറ്റിന്റെയും തെളിവന്റെ കയ്യിലുണ്ട്, വരട്ടെ കോടതിയിലേക്ക്. കോടതിയിലേക്ക് ആരും എത്തില്ല. പിണറായി വിജയന്റെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയോ? രാഹുൽ മാങ്കൂട്ടത്തെ ഈ ഒരു കേസിന്റെ പേരിൽ വരുന്ന 10-15 വർഷത്തേക്ക് നിങ്ങൾക്കറിയാലോ, ഒരു 3 സ്ത്രീ പീഡന കേസുകൾ വന്നാൽ ഇതിന്റെ വിചാരണ എത്ര കാലം കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട നടിയുടെ ദിലീപിന്റെ കേസ് നിങ്ങൾക്കറിയാം 5 വർഷമാണ്. 5 വർഷത്തെ നിരന്തരമായ വിചാരണയും അത് സംബന്ധിച്ചുള്ള കോടതി വ്യവഹാരങ്ങളുമായിരുന്നു. ആ 5 വർഷം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 വർഷം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 വർഷം, സുപ്രീം കോടതി വരെ കേസ് പോകാൻ ഒരു 15-20 വർഷം എടുക്കും. 20 വർഷം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ പുറത്തു നിർത്താൻ, അങ്ങനെ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ, കോൺഗ്രസിന്റെ യുവനിരയെ തളർത്താൻ, അതായിരുന്നു പിണറായി വിജയന്റെ കുശാഗ്ര ബുദ്ധി കേട്ടോ. അത് തിരിച്ചറിയാൻ സതീശനായില്ല, കോൺഗ്രസിലെ കടൽ കിഴവന്മാർക്കായില്ല. ആ ചെറുപ്പക്കാരനെ പുറത്താക്കി. പക്ഷെ ആ ചെറുപ്പക്കാരൻ പുറത്തു നിന്നുകൊണ്ട് പിണറായി വിജയന്റെ പത്തി കാഞ്ഞടിക്കുകയാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിങ്ങനെയാണ്, നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇത്രയും ശക്തമായി അടൂർ പ്രകാശിനെ UDFന്റെ കൺവീനറായ, വെറും കോൺഗ്രസ്സുകാരൻ മാത്രമല്ല കേട്ടോ, UDFന്റെ കൺവീനറായ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തപ്പോൾ UDFിലെ ഏതൊരു നേതാവിനേക്കാളും ശക്തമായി, കോൺഗ്രസിലെ ഏതൊരു നേതാവിനേക്കാളും തീഷ്ണമായി രാഹുൽ മാങ്കൂട്ടം ആഞ്ഞടിക്കുകയാണ് പിണറായി വിജയനെതിരെ. കേട്ടോ പിണറായി വിജയ, നിന്റെ എല്ലാവിധ കുതന്ത്രങ്ങളും എനിക്കറിയാമല്ലോ, ഇതൊന്നും ചെലവാകില്ലടോ എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്രേ. രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: VD സതീശ കേൾക്കടോ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDFിലെ എല്ലാ നേതാക്കന്മാരും കേൾക്കണം. നിങ്ങൾ പുറത്തു നിർത്തിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നത് കേട്ടോ. അതിങ്ങനെയാണ്:
ആയിക്കോട്ടെ, ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം, ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം. പക്ഷെ എന്താണ് SIT അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ്? എന്താണ് SIT അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ് എന്ന് ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ SIT അന്വേഷിക്കുന്നത്? പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ എന്നാണ് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത്. അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുമ്പ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്നാണോ? ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് SIT ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ് SIT അറിയില്ല എന്നാണോ? കേട്ടോ, SIT-ക്കാരെ, നിങ്ങൾ ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും മുമ്പ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് കാരണഭൂതത്തെയാണോ എന്ന് ഒരു ആൺകുട്ടി വിളിച്ചു പറയുകയാണ് കേട്ടോ പുറത്തു നിന്ന്. എന്റെ സതീശ, ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു തന്നെ നിർത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ പിണറായി വിജയന്റെ വലയിൽ വീണിരിക്കുന്നു. നിങ്ങൾ പിണറായി വിജയൻ വരച്ചിട്ട ആ കളത്തിൽ നിങ്ങൾ കിടന്നുരുളുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ചെറുപ്പക്കാരനെ പാർട്ടിയിലേക്ക് തിരഞ്ഞെടുത്ത് പാലക്കാട് മത്സരിപ്പിക്കുക സതീശ. മിന്നുന്ന വിജയമായിരിക്കും അവിടെ രാഹുൽ മാങ്കൂട്ടം നേടുക എന്ന് നിങ്ങളുടെ സർവേകൾ തന്നെ തെളിയിക്കുകയാണ്. നിങ്ങളുടെ സർവേകൾ തന്നെ കേട്ടോ. അതല്ല എങ്കിൽ നിങ്ങൾ പാലക്കാട് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെങ്കിൽ ഓർത്തോ അല്ലെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല കേട്ടോ. പല മണ്ഡലങ്ങളിലും നിങ്ങൾ തോൽക്കും, പല മണ്ഡലങ്ങളിലും നിങ്ങളെ തോൽപ്പിച്ചിരിക്കും. അത് തോൽപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമല്ല, രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? ഈ നാട്ടിലെ സ്ത്രീകൾ ഈ തീവ്ര ഫെമിനിസ്റ്റുകളല്ലാത്ത 99% സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പമാണ്. കാരണം ആ ചെറുപ്പക്കാരൻ ഹൃദയശുദ്ധിയുള്ളവനാണ്, ആ ചെറുപ്പക്കാരൻ കണ്ണീരിന്റെ വില അറിയുന്നവനാണ്, ആ ചെറുപ്പക്കാരൻ സ്ത്രീയുടെ സംശുദ്ധി അറിയുന്നവനാണ് എന്ന് ബോധ്യമുള്ള ഇവിടുത്തെ നാട്ടിലെ സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾ നിങ്ങൾക്കെതിരെ തിരിയും സതീശ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. പിണറായി വിജയനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഈ അന്തംഗമ്മികൾ പാട്ടുപാടും. ഇതാ വീണ്ടും സ്ത്രീ പീഡകനെ തിരിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറയാം, മരുമാനെ പുറത്താക്കണോ എന്ന് പറയും. മരുമാനെ പുറത്താക്കണോ എന്ന് പിണറായി വിജയനെ മുഖത്ത് നോക്കി പറയും സതീശ. ഒരു പാവം പെണ്ണിനെ ഏത് വിധത്തിലാണ് കണ്ണീര് കുടിപ്പിച്ചത്? ഈ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഡോക്ടർ സമീഹയെ ഏത് തരത്തിലാണ്, തന്റെ ആദ്യ ഭാര്യയായ ഡോക്ടർ സമീഹയെ ഏത് തരത്തിലാണ് ഈ പറയുന്ന അധമനായ മുഹമ്മദ് റിയാസ് പീഡിപ്പിച്ചത് എന്ന് ഇവിടുത്തെ കുടുംബ കോടതിയുടെ രേഖകളിലുണ്ട് കേട്ടോ. മുകേഷ് എന്ന് പറയുന്ന സരിതയുടെ ഭർത്താവായ മുകേഷ് സരിതയെ ഏത് വിധത്തിലാണ് പീഡിപ്പിച്ചത് എന്ന് നിങ്ങളുടെ വീണ ജോർജാണ് പണ്ട് ഇന്ത്യ വിഷനിൽ ഇന്റർവ്യൂ എടുത്തത്. കാണണം. അതൊക്കെയാണ് പീഡനം. അതല്ലാതെ റിനിയാൻ ജോർജ് പറയുന്ന പോലെ ഞാനാണ് അങ്ങോട്ടേക്ക് ആദ്യം റിക്വസ്റ്റ് അയച്ചത്. തുറന്നു പറയുകയാണ്, ഞാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് റിക്വസ്റ്റ് അയച്ചത്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം 24 മണിക്കൂറിനകം എനിക്ക് മോശം മെസ്സേജ് അയച്ചു. എന്നാ നിർത്തണ്ടേ? നിർത്തിയില്ല. തന്റെ അമ്മയുടെ ജന്മദിനത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. രാത്രി 12:30 മണിക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. രഹസ്യ ചാറ്റിന് ക്ഷണിക്കുന്നു. എന്നിട്ട് അവസാനം ആരുടെയൊക്കെയോ കോടാലിക്കൈയായി രംഗത്ത് വരികയാണ്. ഇയാൾ പീഡകൻ. പിന്നാലെ വരുന്നു ലക്ഷ്മി പത്മ. അവസാനം ഇതാ തേഞ്ഞൊട്ടി ഈ അതിജീവിതയുടെ എല്ലാ സ്ക്രീൻഷോട്ടുകളും പുറത്തേക്ക് വിട്ടു. അപ്പോഴാണ് കുടുങ്ങിപ്പോയത്. പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ അതിജീവിത 6 ദിവസത്തിന് ശേഷം 10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. പീഡനമല്ല എന്നുള്ളത് ലക്ഷ്മി പത്മ തന്നെ തെളിയിക്കുകയാണ്. ഇതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പോസ്റ്റ്, അതുകൂടി അതിന്റെ ബാക്കി ഭാഗം കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. SIT അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ് എന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത്. ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 മുതലാണ്. ശ്രീ അടൂർ പ്രകാശ് 2019 തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ MP മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ MPക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണുള്ളത്? അതോ ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവ് കെട്ടവരാണോ ഈ ഭരണകൂടം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ കാര്യം അതൊന്നുമല്ല. ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുവരെ കട്ടായി ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് അതിനുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതാണ് ജി ശക്തിധരൻ നേരത്തെ പറഞ്ഞത്. പിണറായി വിജയൻ എല്ലാ തറക്കളികളും കളിക്കും. സൂക്ഷിച്ചോ. VD സതീശ എന്ന ഒരാഴ്ച മുമ്പ്
ജി ശക്തിധരൻ പറഞ്ഞിരുന്നു. അതാണിപ്പോ രാഹുൽ മാങ്കൂട്ടം കേറി അടിക്കുന്നത് കേട്ടോ. ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും. പറയുന്നത് കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടമാണ് പറയുന്നത് കേട്ടോ. എത്ര അപമാനകരമാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പുറത്തു നിർത്തിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് അയാൾ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിങ്ങൾ പുറത്താക്കിയ ആൾ കേട്ടോ. ഞാൻ വീണ്ടും ആവർത്തിച്ച് സതീശനോട് പറയുന്നില്ല, സതീശ വേണ്ട വേണ്ട വേണ്ട, ഈ കളി തീക്കളിയാണ് സതീശ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ, അധികാരത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ പാർട്ടിയിൽ എടുത്ത ശേഷം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ചാൽ നിങ്ങൾക്ക് 100 അല്ല 115 സീറ്റുകൾ വരെ കിട്ടുമെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഇങ്ങനെയാണ് സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതി അറിഞ്ഞത്. കാരണം വാസവൻ മന്ത്രി ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചു നടക്കുന്നുണ്ടല്ലോ. ശരിക്ക് പൂട്ടേണ്ടത് വാസവനെയാണ്, PS പ്രശാന്ത് എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ്. പത്മകുമാർ അകത്ത് കിടക്കേണ്ട മറ്റൊരാളാണ് PS പ്രശാന്ത് ആണ്, കടകംപള്ളി സുരേന്ദ്രനാണ്, വാസവനാണ്. കാരണം ഇവർക്കൊക്കെയും ഇതിൽ പങ്കുണ്ട്. ഹൈക്കോടതി ഞാൻ പറഞ്ഞ നല്ലത് ഹൈക്കോടതി പറഞ്ഞതാണ്. 2025 കഴിഞ്ഞ വർഷം ഇത് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? വാസവൻ കൊണ്ടുപോയി, പ്രശാന്ത് കൊണ്ടുപോയി അല്ലേ? വാസവനല്ലേ മന്ത്രി, ദേവസ്വത്തിന്റെ മന്ത്രി. ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. 2019 പൂശിയതാണ്. 2019 പൂശിയത് 2025 ആകുമ്പോഴത്തേക്ക് വീണ്ടും പൂശാൻ കൊണ്ടുപോകുന്നു. എന്തിന് പൂശാൻ കൊണ്ടുപോകുന്നു? അടിച്ചു മാറ്റാൻ, വീണ്ടും അടിച്ചു മാറ്റാൻ, പഴയ കള്ളങ്ങൾ മൂടിവെക്കാൻ പറഞ്ഞത് കോടതിയാണ്. ഹൈക്കോടതി പറഞ്ഞു ഇതിനൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ ഇത്തരം ഒരു സാധനവും സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഈ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങളിലുണ്ട്. മാത്രവുമല്ല ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ഇത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ നിയമിച്ചിട്ടുണ്ട്. മരാമത്ത് വിഭാഗമുണ്ട്. ഇവരെ ഒന്നും അറിയിക്കാതെ കോടതിയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വാസവനും പ്രശാന്തും കൂടി ഈ കഴിഞ്ഞ വർഷം ഇത് വീണ്ടും പൂശാൻ കൊണ്ടുപോയി. SIT അന്വേഷിക്കുന്നില്ല. ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കടകംപള്ളിയെ. PS പ്രശാന്തിനെ നിർത്തി വാസവനെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് SITയെ പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. നേരത്തെ ശക്തിധരൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ കളിക്കുകയാണ്. കളി തുടങ്ങി കഴിഞ്ഞു കേട്ടോ. വി ഡി സതീശ നിങ്ങൾ ഇപ്പോഴും മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിക്കൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തോ വലിയ ത്യാഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റുകൊണ്ട് പിണറായി വിജയന്റെ ഈ കുതന്ത്രങ്ങൾക്ക് നേരെ നിങ്ങൾ പ്രതിരോധം തീർത്തില്ലെങ്കിൽ പൊന്നു സതീശ വീണ്ടും 3ാം തവണയും കാരണഭൂതം പിടിക്കും കേട്ടോ. കേരളം പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ കള്ളം പറയുന്ന ഞങ്ങളല്ല കട്ടത്. KC വേണുഗോപാലിന്റെ കാലത്താണ് പോറ്റി കയറിയത്. അതുകൊണ്ട് KC വേണുഗോപാലിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം. ഏറ്റവും പുതിയ വാർത്ത ഇപ്പോഴിതാ നമ്മുടെ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തിരിക്കുന്നു. എന്തിന് ഇപ്പൊ വളരെ ബാലൻസിംഗ് ആയി. ഇനിയിപ്പോ എന്താ പറയാ? വീടാന്തരം കയറി ഇറങ്ങി പറയാൻ പോകുന്ന എന്താണ്? ഞങ്ങളെ സഖാക്കളെ മാത്രമല്ല കോൺഗ്രസിന്റെ എം പി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്പലം കൊള്ള നടത്തിയത്, ശബരിമല കൊള്ള നടത്തിയത് ഞങ്ങൾ മാത്രമല്ല, ആരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്. പിന്നെ പറയും അമ്പലം കൊള്ള നടത്തിയത് ഞങ്ങളല്ല, ഞങ്ങളെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ കയറാൻ വേണ്ടി പോകുന്നതാരാണ്? അടൂർ പ്രകാശാണ്, അല്ലെങ്കിൽ KC വേണുഗോപാലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അടൂർ പ്രകാശിനെ ഇന്ന് SIT ചോദ്യം ചെയ്തിരിക്കുന്നു. മൊഴിയെടുത്തിരിക്കുന്നു. അതാണ് ശരി, മൊഴിയെടുത്തിരിക്കുന്നു. പക്ഷെ പ്രചരിപ്പിക്കുന്നത് എന്താണ്? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് അടൂർ പ്രകാശിനെ ഇപ്പം ചോദ്യം ചെയ്യും, അറസ്റ്റ് ചെയ്യും എന്നൊക്കെ. അവസാനം പിണറായി വിജയൻ തന്റെ SIT എന്ന് പറയുന്ന തന്റെ ശിങ്കിടികളായ പോലീസുകാരെ കൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, അടൂർ പ്രകാശ് എന്ത് കുറ്റമാണ് ചെയ്തത്? അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ ഒരു MP അല്ലേ? നിങ്ങളല്ലേ 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ദേവസ്വം ബോർഡ്, നിങ്ങളുടെ മിഷനറി, നിങ്ങളുടെ സഖാക്കൾ, ഇതിന്റെ ഇടയിൽ അടൂർ പ്രകാശാണോ വന്ന് കണ്ട് കൊള്ള നടത്തിയത്? നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ചെറിയൊരു ലോജിക്ക് വേണ്ടേ?
അടൂർ പ്രകാശ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ MP വന്നിട്ട് നിങ്ങൾ ഭരിക്കുമ്പോ ഈ ദ്വാരപാലക ശില്പങ്ങൾ കട്ടുകൊണ്ടുപോവുകയാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തുവെങ്കിൽ അതിന്റെ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് കാരണഭൂതത്തെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അടൂർ പ്രകാശിന്റെ കൂടെ പോറ്റിയുടെ പടമുണ്ട്. അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള പടമുണ്ട്. അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള പടമുള്ളതുപോലെ കാരണഭൂതവും പോറ്റിയും തമ്മിലുള്ള പടമില്ലേ? പടം മാത്രമല്ല, വീഡിയോ ഇല്ലേ? ഭീമ ജ്വല്ലേഴ്സ് കൊടുത്ത ഏതോ ഒരു ആംബുലൻസ് അത് എന്താ പറയാ, അത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയും, അങ്ങനെയുള്ള പിണറായി വിജയന്റെ എല്ലാ കാളികൂളി സംഘങ്ങളും അണിനിരന്നിരിക്കുന്ന ആ സഭയിലേക്ക് മഞ്ഞക്കുപ്പായവും പളപള മിന്നുന്ന മഞ്ഞക്കുപ്പായവും ധരിച്ചുകൊണ്ട് പോറ്റി വന്നിരുന്നു. പിണറായി വിജയന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. പിണറായി വിജയൻ കടന്നു പോകുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് എന്തോ മന്ത്രിച്ചിരുന്നു. ഇവർ തമ്മിൽ എന്താ ബന്ധം? പിണറായി വിജയനും പോറ്റിയും തമ്മിൽ എന്താ ബന്ധം? അന്വേഷിക്കണ്ടേ? അതിനു മുമ്പ് അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ കുതന്ത്രം, കൂടോത്രമാണ്. എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഞങ്ങളല്ല, പത്മകുമാറല്ല, കടകംപള്ളിയല്ല, വാസവനല്ല, പ്രശാന്തല്ല. പകരമാരാണ്? അടൂർ പ്രകാശ്, അഞ്ജു ആന്റണി, സോണിയാഗാന്ധി, KC വേണുഗോപാൽ. VD സതീശന്റെ പേര് പറഞ്ഞിട്ടില്ല, പറയും, അതും പറയും. അപ്പോഴാണ് പ്രതിരോധിക്കാൻ ചീറ്റപ്പുലിയെ പോലെ ഒരു യുവ നേതാവ് കടന്നു വരുന്നത്. ആരാണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞെട്ടണ്ട, പിണറായി വിജയന്റെ പത്തിക്ക് നോക്കി നടിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ് കേട്ടോ. ആരാ രാഹുൽ മാങ്കൂട്ടം? രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാത്ത ഒരു കള്ള പരാതിയുടെ പേരിൽ അതിനനുസരിച്ച് കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം കടൽ കിഴവന്മാർ, ഇവരെല്ലാവരും കൂടി കോൺഗ്രസിലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു യുവ നേതാവിനെ, രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി. ഒരു കാര്യവുമില്ലാതെ ഈ നാട്ടിലെ കോടതികൾ പറഞ്ഞു, 3 കോടതികളും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ആരെയും പീഡിപ്പിച്ചിട്ടില്ല. PT കുഞ്ഞുമുഹമ്മദ് ഒരു നവാഗത സംവിധായകയെ പീഡിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ PM മുഹമ്മദ് റിയാസ് തന്റെ ആദ്യ ഭാര്യയെ എത്രമാത്രം ക്രൂരമായിട്ടാണ് ഭേദ്യം ചെയ്തത്, കുനിച്ചു നിർത്തി മുതുക തിടിച്ചു എന്ന് പറഞ്ഞത് റിയാസിന്റെ മുൻഭാര്യയാണ് കുടുംബ കോടതിയിൽ. നിന്നെക്കാൾ നല്ല പെണ്ണുങ്ങളെ 50 രൂപ കൊടുത്താൽ പാളയത്ത് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മരുമോനാണ്, മുഹമ്മദ് റിയാസ് ആണ്, അല്ലേ? രാഹുൽ മാങ്കൂട്ടമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് അവളുടെ സമ്മതമില്ലാതെ കൈവച്ചിട്ടില്ല കേട്ടോ. അവളുടെ സമ്മതമില്ലാതെ കൈവച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാഷ്ട്രീയ നിരീക്ഷകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ G ശക്തിധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയത്. അതെന്താണെന്ന് വെച്ചാൽ, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നായിരുന്നു ശക്തിധരൻ പറഞ്ഞത്. അതായത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മഹാവിജയം നേടി, ശരി തന്നെ. മറ്റൊന്ന്, ഏറ്റവും ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പിണറായി വിജയനെ ഏതു വിധേനയെങ്കിലും ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യിപ്പിക്കുക എന്ന ദൃഢപ്രതിജ്ഞയാണ് ഇവിടുത്തെ ജനങ്ങൾ എടുത്തിരിക്കുന്നത്. ഒക്കെ ശരി തന്നെ. എങ്കിലും ആള് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എല്ലാ കുതന്ത്രങ്ങളും എല്ലാ കൂടോത്രങ്ങളും പിണറായി വിജയൻ പ്രയോഗിക്കും. അപ്പോ VD സതീശന് ഒരു മുന്നറിയിപ്പാണ്. VD സതീശ, ഇങ്ങനെയല്ല പ്രതിരോധം തീർക്കേണ്ടത്, ഇങ്ങനെയല്ല പ്രത്യാക്രമണം നടത്തേണ്ടത്. പോരാ, നിങ്ങളുടെ വാർ റൂമിലെ ആയുധങ്ങൾ ഇത്ര പോരാ എന്നൊരു മുന്നറിയിപ്പായിരുന്നു ശക്തിധരൻ നടത്തിയിരുന്നത്. ശരിയാണ്. കാരണം പിണറായി വിജയൻ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളങ്ങൾ, കല്ലുവെച്ച നുണകൾ. അതായത് ഈ രാഷ്ട്രീയ ഗോതയില് ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും തീർന്ന് ഒരു രക്ഷയുമില്ലാതെ അമ്പരന്ന് നിൽക്കുമ്പോഴും പിണറായി വിജയൻ പൂഴിക്കടകൻ പ്രയോഗിക്കുകയാണ്. അതാണ് പൂഴിക്കടകൻ. പൂഴിയെടുത്തെറിയുകയാണ്. എതിരാളിയുടെ കണ്ണിലേക്ക് പൂഴിയെറിയുകയാണ്. എതിരാളികൾ അന്ധന്മാരായി. പിണറായി വിജയനെ കാണാൻ പറ്റുന്നില്ല. കാരണം പിണറായി വിജയൻ പൂഴിയെടുത്ത് നിലത്ത് വീണ് കിടന്ന് ഉരുണ്ടുകൊണ്ട് പൂഴി എറിയുകയാണ്. പൂഴിക്കടകനാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ
അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നത്തെ ദേശാഭിമാനി കണ്ടാൽ അറിയാം. ഇന്നത്തെ ദേശാഭിമാനിയിൽ ഒരു പച്ചക്കള ഒന്നല്ല, ഒന്നിലേറെ പച്ചക്കള്ളങ്ങളാണ്. അതായത് ശബരിമല സ്വർണ്ണ മോഷണ കേസ് കോൺഗ്രസ് ചർച്ച ഭയന്ന് ഒളിച്ചോടുന്നു. കോൺഗ്രസ്, അതായത് ശബരിമല സ്വർണ്ണ കൊള്ള കേസ് ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ആരും വിശദീകരിക്കേണ്ട കാര്യമില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരാണ്? സഖാക്കളാണ്. അതിനെന്ത് സംശയം? ആർക്കും സംശയമില്ല. കാരണം അകത്ത് കിടക്കുന്നത് SIT എന്ന് പറയുന്ന പിണറായി വിജയന്റെ സ്വന്തം പോലീസ്. പിണറായി വിജയന്റെ സ്വന്തം പോലീസ് അന്വേഷിച്ച കേസിൽ അകത്ത് കിടക്കുന്നത് ആരൊക്കെയാണ്? മുരാരി ബാബു മുതൽ N വാസു മുതൽ പത്മകുമാർ, വിജയകുമാർ, അല്ലേ എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ CPM-ന്റെ നേതാക്കന്മാർ, ഗുണ്ടകൾ അകത്ത് കിടക്കുകയാണ്. എന്തിനാണ് അകത്ത് കിടക്കുന്നത്? വ്യക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരെ അകത്തിട്ടത്. എത്ര പ്രാവശ്യം ഇവര് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. ഓരോ കോടതികളും ഓടിച്ചു. ഇവിടെ വരെ സുപ്രീം കോടതി വരെ പോയി, അല്ലേ? സുപ്രീം കോടതി ഓടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവങ്ങളെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ഇവരെ പുറത്തു വിടരുത്, പുറത്തുവിട്ടാൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് ഈ SIT തന്നെയാണ് പറഞ്ഞത്. ഓരോ മുൻകൂർ ജാമ്യാപേക്ഷയും, മുൻകൂറല്ല, ഇവരുടെ ഓരോ ജാമ്യാപേക്ഷയും കോടതി തടയുകയാണ്. അങ്ങനെ ഭഗവാന് സ്വർണം കട്ടത് മുഴുവനും CPM-കാരാണ് എന്ന് പറയുകയും എന്ന് കോടതികൾ പറയുകയും ഈ പറയുന്ന പ്രധാനപ്പെട്ട ഗുണ്ടകളെ മുഴുവൻ, CPM ഗുണ്ടകളെ മുഴുവൻ അകത്തിടുകയും ചെയ്തിട്ട് പിണറായി വിജയൻ ഒരു ഉളുപ്പമില്ലാതെ പറയുകയാണ്, സ്വർണം കട്ടത് ഞങ്ങളല്ല, പിന്നെ ആരാ? സ്വർണം കട്ടത് കോൺഗ്രസ്സുകാരാണ് എന്ന് ഈ അധമൻ, ഈ നൃശംസൻ, വായ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഈ പിണറായി വിജയൻ പറയുകയാണ് കേട്ടോ. നമ്മുടെയൊക്കെ തൊലി ഉരിഞ്ഞു പോകും ഈ മനുഷ്യന്റെ വർത്താനം കേട്ടാൽ. അത്രമാത്രം ലജ്ജയില്ലാതെ പറയുകയാണ്. അതാണ് ഇന്നത്തെ ദേശാഭിമാനി. കോൺഗ്രസ്സുകാര് ചർച്ച പറയുന്നു, കോൺഗ്രസ്സുകാർ ഒളിച്ചോടുകയാണെന്ന്. തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് സാധാരണ CPM-കാർ. നാട്ടിലിറങ്ങാൻ വയ്യ. കുട്ടികളടക്കം വിളിക്കുന്നു, അമ്പലക്കള്ള എന്ന് വിളിക്കുന്നു. വീടാന്ന് കയറി ഇറങ്ങി പാത്രം കഴുകി കൊടുക്കുകയാണല്ലോ ഇപ്പോ. എത്ര വീടുകൾ കയറുന്നുണ്ട്. കയറുന്നത് മുഴുവൻ എവിടെയാണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ അന്തംഗമ്മികളുടെ വീട്ടിൽ മാത്രമാണ് കയറുന്നത്. അതല്ലാത്ത ഒരു സ്ഥലത്തും കയറുന്നില്ല. പേടിയാണ്. ചൂലെടുത്ത് സ്ത്രീകൾ കാത്തിരിക്കുന്നുണ്ട്. വരട്ടെ, അമ്പലക്കള്ളന്മാർ വരട്ടെ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദേശാഭിമാനിയിലെ വാർത്ത ഇങ്ങനെയാണ്. അതായത് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ഭയന്ന് കോൺഗ്രസ് നിയമസഭയിൽ ഒളിച്ചോടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിനും UDF-നും വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുന്ന വസ്തുതകൾ പുറത്തു വരുമെന്നതുകൊണ്ടാണത്. 1000 തവണ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തരം സത്യമായി മാറും എന്നാണ് ഈ അന്തംഗമ്മികളുടെ വിചാരം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിയത് കോൺഗ്രസ് ആണ്. ഇവര് 10 വർഷമായി ഭരിക്കുന്നത്. പിണറായി വിജയൻ 10 വർഷം ഭരിക്കുമ്പോ പിണറായി വിജയന്റെ ദേവസ്വം ബോർഡിലെ CPM-കാര് ഈ വൻ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട് മുമ്പ് പറയാണല്ലോ പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ് എന്ന്. ആ പോറ്റി ഈ കക്കാൻ വേണ്ടിയിട്ട് അവസരം കാത്തിരുന്ന് എപ്പോഴാ അവസരം കിട്ടിയത്? കോൺഗ്രസ് ഭരിക്കുമ്പോ അവസരം കിട്ടിയില്ല. അവസരം കിട്ടിയത് എപ്പോഴാണ്? ഈ കള്ളന്മാര് ഭരിക്കുമ്പോഴാണ്. ഈ കൊള്ളക്കാർ ഭരിക്കുമ്പോഴാണ് അവസരം കിട്ടിയത്. എന്നിട്ടാണ് ഇവർ ഈ സ്വർണം ചെമ്പാണ് എന്ന് എഴുതി ഈ പോറ്റിയെ കൊണ്ട് കക്കുന്നതും, ഈ പോറ്റിയെ കൊണ്ട് കക്കിപ്പിക്കുന്നതും, അത് കഴിഞ്ഞിട്ടോ അതിന്റെ പങ്കുകൾ പറ്റുന്നതും. എന്നിട്ട് പിണറായി അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അതൊന്നും പറയാതെ ഉളുപ്പില്ലാതെ പറയുകയാണ് കോൺഗ്രസ്. ഇപ്പൊ KC വേണുഗോപാലിന്റെ പേര് കൂടി പറയുന്നു. ശബരിമല മോഷണ കേസിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരുമാണ്. മറ്റൊരു പച്ചക്കള്ളം. ഹൈക്കോടതിയോട് ഇത് അന്വേഷിക്കണം, പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് മൂപ്പരാണത്രേ, സംസ്ഥാന സർക്കാരാണത്രേ. സംസ്ഥാന സർക്കാർ ഇത് അന്വേഷിച്ചാൽ എവിടെ എത്തില്ല. സംസ്ഥാന സർക്കാരാണ് ഈ കള്ളന്മാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ ഈ SIT-യെ നിയമിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. SIT-യെ ഹൈക്കോടതി നിയോഗിക്കുന്നു. അതിൽ ആരൊക്കെ വേണം ഹൈക്കോടതി തീരുമാനിക്കുന്നു. ഇവർക്ക് വിട്ടുകൊടുത്തില്ല, പിണറായി വിജയൻ വിട്ടുകൊടുത്തില്ല. ഹൈക്കോടതിയുടെ കയ്യിൽ പോലീസ് ഉദ്യോഗസ്ഥരില്ലല്ലോ. പിണറായിയുടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് പിണറായിയുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ
അതിൽ അത്യാവശ്യം നല്ലവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് SIT രൂപീകരിച്ചത്. അല്ലാതെ പിണറായി പറഞ്ഞിട്ടല്ല. ഇവിടെ പിണറായി പറയാണല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടാണ് SIT രൂപീകരിച്ചത് എന്ന് പറഞ്ഞ പച്ച കള്ളം. ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം കള്ളം മാത്രം അച്ചടിക്കുന്ന പത്രമാണ്. പക്ഷെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി അപ്പൻ ഗോവിന്ദൻ കള്ളത്തരം പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം പാർട്ടി സെക്രട്ടറി അപ്പൻ ഗോവിന്ദൻ വായ തുറന്നാൽ കള്ളം മാത്രമേ പറയുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ചെയ്ത പോരാ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് ഈ നുണയൻ പരനാറി എന്ന് പിണറായി വിജയനാണ് പ്രേമചന്ദ്രനെ വിളിച്ചത്. ആ പദപ്രയോഗം അതിനർഹനായ ഒരാൾ മാത്രമേ കേരളത്തിൽ ഉള്ളൂ കേട്ടോ. അത് കാരണഭൂതം പരനാറിയാണ്. കാരണം ഇയാൾ പച്ചക്കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് 45 വാഹനങ്ങളുടെ അകമ്പടിയോടെ ഹെലികോപ്റ്ററിൽ കോടികളുടെ വിലയുള്ള കാറിൽ ദൂർത്തടിച്ച് മുടിപ്പിച്ചിട്ട് പറയുകയാണ് SIT നിയോഗിച്ചത് ഞങ്ങളാണത്രേ.